എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ എലക്ഷൻ നടക്കാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. ആ എലക്ഷനിൽ നിങ്ങളുടെ പങ്കാളിത്തം ഭംഗിയായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ലൊരു ഗവൺമെൻറ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദൈവമായിട്ട് ദൈവം ഒരുത്തനെ ഉയർത്തുന്നു, ദൈവം ഒരുത്തനെ താഴ്ത്തുന്നു. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു ആത്മീക ബോധത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. സകലത്തെയും തൻ്റെ ശക്തിയുള്ള കൈകളിൽ വഹിക്കുന്നവനെന്നാണ് എബ്രായലേഖനം 1:3 നാം വചനത്തിൽ കാണുന്നത്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള കൈകളിൽ വഹിക്കുന്നു. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഗവൺമെൻറ്റും കർത്താവിൻ്റെ കൈകളിലാണ്. അമേരിക്കയാണോ, റഷ്യയാണോ, ഇറാനാണോ, ഇസ്രായേലാണോ, എല്ലാം ലോക മഹായുദ്ധങ്ങളെല്ലാം കാണുമ്പോൾ, അല്ലെങ്കിൽ പല യുദ്ധങ്ങളും ഇപ്പോൾ കാണുമ്പോൾ, എല്ലാം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാം അതിൻ്റെ അന്ത്യത്തിലോട്ട് വരുന്നതാണ്. ഇതെല്ലാം ഒരു ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഭൂകമ്പവും ക്ഷാമവും എല്ലാം കർത്താവ് അറിയാതെയല്ല. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഉപവസിച്ച് അതിനെ ശാസിപ്പിൻ എന്നല്ല പറഞ്ഞത്, ഞാൻ വാതിക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് യുദ്ധം നിർത്തൽ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മൾ പലതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതായത് ഇനി നടക്കാൻ പോകുന്ന ഭീകരമായ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ശീതകാലത്താകാതിരിപ്പാൻ സൂക്ഷിക്കുക. അത് ശീതകാലത്താകാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അതാകും. അത് തണുപ്പ് കാലത്തേക്കാൾ ചൂടുകാലത്താണ് വെളിയിലോട്ട് ഇറങ്ങി ഓടാം. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനെങ്കിലും പറ്റും. തണുപ്പാണെങ്കിൽ എങ്ങോട്ട് ഓടും? അങ്ങനെ കർത്താവ് പറയുകയാണ്, അതൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ഓരോന്ന് കാണുമ്പോൾ ഓർക്കുക, അന്ത്യത്തിലേക്ക് ലോകം വരികയാണ്. ഇത്രയും അറിഞ്ഞാൽ മതി. അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അതിനുള്ളൊരു അവസരം തരട്ടെ. ഞാൻ അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. റോമാലേഖനം 3:28 അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. 27 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലാണോ? അല്ല, വിശ്വാസമാർഗത്താൽ. യേശുവേ എന്ന് വിളിക്കുന്ന, ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് ഒരു കർമ്മം പോലുമില്ലാതെ നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ കഴിയും. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് പണ്ട് നോഹ പെട്ടകമുണ്ടാക്കി കയറിയ അത്രയും കാര്യങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് സംഭവിക്കും. നോഹയ്ക്കും കുടുംബത്തിനും രക്ഷ പ്രാപിപ്പാൻ എത്രയോ വർഷം ആ കപ്പൽ പണിയേണ്ടി വന്നു. ഒത്തിരി അതിന് വില മുടക്കേണ്ടി വന്നു. എന്നിട്ട് ആ പെട്ടകത്തിൽ ദൈവം നോഹയെ കയറ്റി. എന്നാൽ ഇപ്പോൾ ഈ കൃപയുടെ പെട്ടകത്തിൽ കയറാൻ നമ്മളതിന് ഗോഫോർ മരം വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു കപ്പൽ പണിയേണ്ട ആവശ്യം പോലുമില്ല. ദൈവം അത് കാൽവരി ക്രൂശിലൂടെ ചെയ്തെടുത്ത കാര്യമാണ്. വെറുതെ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ചിലർക്കൊരു സംശയം, ഇത്രയും വലിയ രക്ഷ ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടുമോ? അതെ, ഒരാളതിനു വേണ്ടി വില മുടക്കി. റോമാലേഖനം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കാൻ ഓരോ വാക്യത്തിൽ നിന്നും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും നന്ദിയുള്ളവരായി ദൈവത്തോട്
കൂടുതൽ അടുത്തു വരിക. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഒരു പ്രവൃത്തിയും വേണ്ട, വെറും വിശ്വാസം. പുതിയ നിയമസഭയെന്ന് പറഞ്ഞാൽ വെറും വിശ്വാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അബ്രഹാമിൻ്റെ സന്തതികളല്ല നമ്മൾ ജഡപ്രകാരം. അവിടെ അതിന് 12 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രം അവരൊരു രാജ്യമാണ്, അതിൽപ്പെട്ടവരല്ല നാം. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നു. ഗലാത്യർ 3:29 പോലെ അബ്രഹാമിൻ്റെ അനുഗ്രഹം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ അബ്രഹാമിൻ്റെ സന്തതികളും വാഗ്ദത്തപ്രകാരം അവകാശികളും. യേശുവേ എന്ന് വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് സ്വർഗം മാത്രമല്ല, മരണാനന്തര നിത്യജീവൻ മാത്രമല്ല, ഇസ്രായേൽ മക്കൾ കാത്തിരിക്കുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 28:1 മുതൽ 14 വരെയുള്ള അനുഗ്രഹം കനാൻ ദേശത്ത് പാർത്തിരുന്ന കാലത്ത് പോലും അവർക്കത് കിട്ടിയില്ല. കാരണം അവരുടെ പാപ സ്വഭാവം നിമിത്തം അവർ ആ ദേശത്ത് നിന്ന് തള്ളപ്പെടേണ്ടി വന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ഈ അനുഗ്രഹവും സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഒരുവനിൽ ഏകീഭവിച്ച് ആ യേശു എന്ന ഏകനിലൂടെ നമുക്ക് സ്വന്തമാകുന്നു. കർമ്മത്താലല്ല, വെറും വിശ്വാസത്താൽ. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു നിക്ഷേപമാണ്, നിങ്ങൾ വിലയേറിയ ഒരു മുത്താണ്. അതായത് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമ പറഞ്ഞപ്പോൾ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിക്ക് സദൃശ്യമെന്ന് പറഞ്ഞു. ഒരുവൻ ഒരു വരമ്പത്തുകൂടി വയലിലൂടെ നടക്കുമ്പോൾ ഒരു നിധി കണ്ടിട്ട് ആ നിധി കണ്ട മാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് അവൻ ഇറങ്ങി, ആരും കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ നിധി ചെള്ളയിലോട്ട് മറച്ചു വെച്ചു. മറച്ചു വെച്ച സ്ഥലം കറക്റ്റായിട്ട് താൻ അളന്നു വെച്ചു. വരമ്പ് ആ മൂലയിൽ നിന്ന് ഇത്ര അടി മാറി ഇന്ന സ്ഥലത്ത് ആ നിധിയുണ്ട്. അവനത് ശരിക്കളന്നു, ആരും അത് കണ്ടില്ല. ഇന്ന തെക്കേ മൂലയിൽ നിന്ന് വടക്കോട്ട് വരുമ്പോൾ ഇത്ര കാലിന് ഇത്ര അടിയിൽ ഇന്ന ഭാഗത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് പോയിട്ട് ആ വയലിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് താൻ ചെയ്തത് തനിക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ കണക്കുകൂട്ടി വയലിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഇത് കൊടുക്കുമോ? അയാൾ പറഞ്ഞു തരത്തില്ല. വലിയ വിലയൊന്നുമില്ല, വെറും ചെളിഭൂമിയാണ്. ആ നാട്ടു നടപ്പനുസരിച്ച് 1,00,000 ആ വയലിന് 1,00,000 അങ്ങേര് പറഞ്ഞു 5,00,000 തന്നാലും തരില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു 10,00,000 തന്നാലോ? അപ്പം മറ്റേ ഉടമസ്ഥന് വാശി, തരത്തില്ല. ഇയാൾ പറഞ്ഞു 20,00,000 തരാം. അപ്പോൾ മറ്റേ ആൾ വിചാരിച്ചു ഇവന് വട്ടാണ്, ഏതായാലും ഇവൻ്റെ വട്ടല്ലേ. വീട്ടുകാരും പറഞ്ഞു നമുക്ക് എത്രയും കാശ് ആരും തരാൻ പോകുന്നില്ല, അത് വെറുതെ കിടക്കുന്ന ചെളിഭൂമിയാണ്. ഇവൻ പോയി കരഭൂമി വിറ്റിട്ട് ചെളിഭൂമി വാങ്ങി. നാട്ടുകാർ മൊത്തം പറഞ്ഞു ഇവൻ വിഡ്ഢിയാണെന്ന്. ദേശക്കാർ മുഴുവൻ പറഞ്ഞു ഇവനെ പോലൊരു മണ്ടൻ നമ്മുടെ രാജ്യത്തില്ലെന്ന്. എന്നാൽ ഇവൻ ആരും കാണാത്തൊരു കാര്യം ആ വയലിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് തനിക്കുള്ളത് മുഴുവനും വിറ്റു. തനിക്കുണ്ടായിരുന്ന കടമുറി, തനിക്കുണ്ടായിരുന്ന സ്വന്തം തറവാട്, തനിക്കുണ്ടായിരുന്ന പലതും, ബാങ്കിലുണ്ടായിരുന്ന പണം, പിള്ളേരുടെ സ്വർണമാല, ഭാര്യയുടെ താലിമാല എന്ന് വേണ്ട, ഇനി വിൽക്കാനൊന്നുമില്ല. എന്നിട്ട് ഈ വയൽ വാങ്ങി. പിന്നീടാണ് ലോകം അറിയുന്നത് ഇവന് നഷ്ടപ്പെട്ടതിൻ്റെ 100-ലധികം മടങ്ങ് ചില നാളുകൾക്കുള്ളിൽ ഇവൻ ഉണ്ടായി വരികയാണ്. അതാണ് ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്ക് സദൃശ്യം. യേശുവിനെ കർത്താവും രക്ഷകനെന്ന് പറയുമ്പോൾ
സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ നാം ഒരു വിലയേറിയത് കണ്ടെത്തി, അത് ഒരു വ്യാഖ്യാനം. അടുത്ത വ്യാഖ്യാനം ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി. ആ നിധി നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവ് അത് കണ്ടിട്ട് പോയി തനിക്കുള്ളതെല്ലാം ചെലവാക്കി അത് വാങ്ങി. കർത്താവ് കാൽവരി ക്രൂശിൽ തനിക്കുള്ളത് പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയ ജീവൻ മുടക്കി ഈ വയൽ വാങ്ങി, ഈ ചെളിയെ വാങ്ങി. കാരണം ഈ ചെളിക്കകത്തുള്ള നിക്ഷേപം നമ്മളാണ്. നാം അവൻ്റെ നിക്ഷേപമായി മാറേണ്ടതിന്. രണ്ട് വ്യാഖ്യാനങ്ങൾ ആ ദൈവരാജ്യത്തിൻ്റെ ആ വാക്യത്തിലുണ്ട്. ഒന്ന്, കർത്താവിനെ നമുക്ക് വലിയ ചെലവ്, നമ്മൾ വലിയ ചെലവ് ചെയ്തത് വാങ്ങി. രണ്ടാമത്തേതാ കുറച്ചുകൂടി ശരി. നമ്മൾ വളരെ വില മുടക്കി ദൈവരാജ്യം വാങ്ങിയവരല്ല. നമ്മൾ വളരെ വില മുടക്കി ഒന്നും വാങ്ങിയിട്ടില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം വലിയ ചെലവ് നമുക്കുണ്ടായിട്ടുണ്ട്, വലിയ നിന്ദയുണ്ടായിട്ടുണ്ട്, വലിയ പരിഹാസമുണ്ടായിട്ടുണ്ട്. ഈ ദൈവരാജ്യത്തിൽ നിൽക്കാൻ നമുക്ക് വലിയൊരു ചെലവുണ്ടായിട്ടുണ്ട്. ബന്ധുക്കൾ, അയൽവാസികൾ എല്ലാം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും നിന്നത് വലിയ ചെലവോടെയാണ്. വലിയ വില മുടക്കിയാണ് നമ്മൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നത്. നമ്മുടെ സമൂഹം വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ, അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് വേണം, അവരുടെ നിന്ന സഹിച്ചുകൊണ്ട് വേണം ഈ കൂട്ടത്തിൽ നിൽക്കാൻ, ഈ മാർഗത്തിൽ നിൽക്കാൻ. ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. കർമ്മമാർഗത്തിൽ നിൽക്കുവാൻ 10,000-ങ്ങളുണ്ട്. എന്നാൽ വിശ്വാസ മാർഗത്തിൽ നിൽക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ കഴിയൂ. യേശു കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ. ഇനിയും വിശ്വാസത്തിന് വേണ്ടി അചഞ്ചലമായി നിൽക്കാൻ ആ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർമ്മമാർഗങ്ങളിൽ 10,000-ങ്ങൾ ഒരുമിച്ച് നിന്ന് ഐക്യവേദിയായി നിൽക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുവാൻ, വില മുടക്കി നിൽക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കൃപയുണ്ടാകട്ടെ. റോമാലേഖനത്തിൻ്റെ പഠനത്തിലൂടെ ഓരോ വാക്യങ്ങളിലൂടെ പഠിച്ചു വരുന്ന ഈ കാര്യങ്ങൾ ഈ മക്കളുടെ ഹൃദയത്തെ മാറ്റി മറിക്കട്ടെ, ജീവിതത്തെ പുതുതാക്കട്ടെ. അഭിഷേകം കൊണ്ട് അവരെ നിറയ്ക്കണമേ, വിശ്വാസം കൊണ്ട് അവരെ ജ്വലിപ്പിക്കണമേ. ഈ സീസണിൽ വേണ്ട എല്ലാവിധ അഭിവൃദ്ധികളും ഈ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ഉണ്ടാകട്ടെ. ഉണർവുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, വിശ്വാസം കൊണ്ട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കും. ഇന്ന് വെള്ളിയാഴ്ച ദിവസം രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ. ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു. Sama çerda